നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കീഷാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു സ്മോളായിട്ടുള്ള 2 ഓണിയൻസ് ഇങ്ങനെ പതുക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത്, പിന്നെ ഞാൻ കുറച്ച് സ്പിനാച്ച് ഇട്ടു, പിന്നെ ഞാൻ ഒരു 4 മഷ്റൂം എടുത്തു കേട്ടോ. ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണോ അതനുസരിച്ച് നിങ്ങൾക്കിടാം. ഞാൻ ഇപ്പം ആക്ച്വലി 2 കീഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എടുത്തത് കേട്ടോ. അപ്പം എനിക്ക് ഈ മഷ്റൂം ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി ഉള്ളത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഇട്ടുന്നുള്ളൂ. പിന്നെ നമ്മുടെ ചീസ്, ആ ചീസാണെങ്കിലും 125 ഗ്രാം ആയിരുന്നു കേട്ടോ. ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചതാണ്. പിന്നെ ഞാൻ മേടിച്ചത് ഹാമാണ്, 200 ഗ്രാം ഉണ്ടായിരുന്നു ഹാം കേട്ടോ. പിന്നെ പ്ലെയിൻ ഫ്ലോർ ആഡ് ചെയ്തു, ഒരു 125 ഗ്രാമാണ് പ്ലെയിൻ ഫ്ലോർ നമുക്ക് വേണ്ടത്. അതിലേക്ക് ഈ പ്ലെയിൻ ഫ്ലോറിലേക്ക് ഞാൻ ആ ചീസ് ആഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ചീസ് ഇട്ടതിന് ശേഷം നമ്മുടെ ബാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും സ്പിനാച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും, നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾ ഇടണം അതൊക്കെ ഇടാം കേട്ടോ. ഓണിയൻ ആക്ച്വലി എൻ്റെ മോള് പറഞ്ഞു, അമ്മ ഓണിയൻ ഇട്ടത് ഇച്ചിരി കൂടിപ്പോയി, 1 മതിയായിരുന്നു. പിന്നെ ഞാൻ ഹാമായിരുന്നു ഇട്ടത് കേട്ടോ. ഇത്രയും നമ്മൾ ഇട്ടു. ഇത് ഞാൻ നമ്മുടെ കീഷിൻ്റെ ട്രേയിലേക്ക് പേസ്റ്റ് വെച്ചു. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കീഷിൻ്റെ ട്രേ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കണ്ടാത്തതാണെങ്കിൽ, ഇങ്ങനെ ഒലിച്ചു പോകില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഈ പേസ്റ്റ് വെക്കേണ്ട ആവശ്യമില്ല. എൻ്റേത് ആക്ച്വലി അത് 2 പീസാണ്, താഴത്തേതും മേളത്തേതും ഒരു 2 പീസ്. അപ്പോൾ എങ്ങാനും കൺസിസ്റ്റൻസി കുറച്ച് കുറഞ്ഞു പോയാൽ സൈഡിൽ കൂടെ ലീക്കാവും. അതുകൊണ്ട് ഞാൻ പേസ്റ്റ് വെച്ചതേ ഉള്ളൂ. ഇത് മസ്റ്റല്ല, അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിഷ് അനുസരിച്ചാണ് കേട്ടോ. അപ്പം എൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു പ്രാവശ്യം ഞാൻ വെച്ചപ്പോൾ ചെറുതായിട്ട് സൈഡിൽ കൂടെ ലീക്ക് പോലെ വന്നായിരുന്നു. അപ്പം അത് കാരണമാണ് ഞാൻ ഈ പ്രാവശ്യം പേസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അത് ജസ്റ്റ് നമുക്ക് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അതിനകത്ത് ഞാൻ കുറച്ച് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്തത് കേട്ടോ. കുറച്ച് സോൾട്ടും പെപ്പർ പൗഡറും, അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കുറച്ച് ഇച്ചിരിയുടെ ഒരു പെപ്പർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം ഇടാം, അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മതി പെപ്പറും പിന്നെ ഒരു കുറച്ച് സോൾട്ടും വേണം. ഇത് ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അടുത്തെടുക്കാൻ പോകുന്ന എഗ്ഗാണ്. ഞാൻ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. എഗ്ഗ് ഭയങ്കരമായിട്ട് കീഷിലൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 5 or 6 വരെ എഗ്ഗ് എടുക്കാം. ഞാൻ 4 എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ എഗ്ഗ് നന്നായിട്ട് ബീറ്റുണ്ടെങ്കിൽ ബീറ്റ് വെച്ചൊന്ന് ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി. അതിനകത്തേക്ക് ഞാൻ ഒരു 375 ml മിൽക്ക് ഒഴിച്ചത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കണം. മിൽക്കും എഗ്ഗും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഈ കീഷിൻ്റെ ട്രേയിലേക്ക് ജസ്റ്റ് നമ്മളൊന്ന് ട്രാൻസ്ഫർ ചെയ്ത്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഇച്ചിരിയോടെ ഒരു ചെറിയ പീസസ് ആക്കാം കേട്ടോ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പിള്ളേർക്കും ഇങ്ങനെ വലിയ പീസായിട്ട് കിടന്നാലും കുഴപ്പമില്ല. കാരണം ഈ മഷ്റൂമൊക്കെ ആണെങ്കിലും അത് ചൂടായി കഴിയുമ്പോഴേക്കും നന്നായിട്ടങ്ങ് ഷ്രിങ്കായിക്കോളും. അതുപോലെ സ്പിനാച്ചൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മൾ വയ്ക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് പൊങ്ങിയിരുന്നാലും ഒന്നങ്ങ് വെന്ത് കഴിയുമ്പോഴേക്കും അതങ്ങ് കുഞ്ഞിതായിക്കോളും. ചിലർ വളരെ നൈസായിട്ട് ചെയ്യുന്നത് കാണാറ്. അത് നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ, അതിലൊന്നും വലിയ കാര്യമില്ല. നല്ല ടേസ്റ്റിയാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനിത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ 2 ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ വേറെ കീഷിൻ്റെ ട്രേ ഇല്ലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ സാധാരണ കേക്കിൻ്റെ ട്രേ ആണ്. അതുകൊണ്ട് അപ്പം ആ ട്രേയിൽ വെച്ചപ്പം ഞാൻ ആക്ച്വലി ആ പേസ്റ്റ് വെച്ചില്ല. കാരണം എനിക്കതിനകത്ത് അത് എന്തായാലും ആ സൈഡിൽ കൂടെ പോവില്ല, ലീക്ക് ആവില്ല എന്നറിയാവുന്നത് കൊണ്ട്. അപ്പം ഞാൻ അങ്ങനെ ജസ്റ്റ് ആ ട്രേയിൽ ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവനിൽ വെക്കുകയാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് വെച്ചു. കീഷ് റെഡി. താങ്ക് യു.